ബഹുമാനപ്പെട്ട ഷാഫി മാഷ്, മുസ്തഫ സാറ്, വിനീത്, പ്രസിദ്ധ ടീച്ചർ, മറ്റ് പരിചിതരും അപരിചിതരുമായിട്ടുള്ള പണ്ഡിതന്മാർ, ഇങ്ങനൊരു പരിപാടി നടത്തുകയും അതിലേക്ക് ശാസ്ത്രവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലാത്തൊരു ചരിത്ര വിദ്യാർത്ഥിയായ എന്നെ ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സംഘാടനം, ഈ പരിപാടി കേരള സയൻസ് കമ്മ്യൂൺ എന്ന് പറഞ്ഞ ഒരു സംഘടന ഇവിടെ രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ സയൻസിനെ സംബന്ധിച്ചും സയൻറ്റിഫിക് റേഷണാലിറ്റിയെ സംബന്ധിച്ചും ഒക്കെ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സംവാദം സാധ്യമാക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അൺപ്രീസിഡൻ്റഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാര നമുക്കില്ല. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ നവോത്ഥാനം എന്നൊക്കെ വിളിക്കുന്ന സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ അല്ലെങ്കിൽ സമുദായ പരിഷ്കരണ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം നവോത്ഥാനം എന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ പല പേരിൽ എന്താ പേരുകളിലുള്ള വൈജാത്യങ്ങളുണ്ടെങ്കിലും ആ മൂവ്മെൻറ്റിനെയാണ് ഉദ്ദേശിച്ചത്. ആ മൂവ്മെൻറ്റിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കില്ല. അതായത് സയൻസ് ആ മൂവ്മെൻ്റ് ഉണ്ടാകും. നമുക്കറിയാം 19-ാം നൂറ്റാണ്ട് അവസാനവും 20-ാം നൂറ്റാണ്ട് തുടക്കം ഒക്കെ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സയൻസിൻ്റെ സാമൂഹികതയും അതുമായി ബന്ധപ്പെട്ട ചർച്ച വളരെയധികം മുഖരിതമായി നിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ അങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഇവിടെ ഈ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം നവോത്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം നവോത്ഥാനം എന്ന് വിളിക്കുന്ന മത പരിഷ്കരണ ശ്രമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ആ മൂവ്മെൻറ്റുകളിലൊക്കെയും ഇപ്പം മുസ്ലിം ലോകം തന്നെ, ഇസ്ലാമിക ലോകം തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അബ്ബാസിഡ് കാലിഫേറ്റിൻ്റെ കാലഘട്ടത്തിലും മറ്റുമൊക്കെ ഇസ്ലാമിൻ്റെ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സയൻസിനെ പരിപോഷിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ പണ്ഡിതന്മാർ നമുക്കറിയാം, ഇബിൻ റുഷ്ദ് പോലും, അൽ-ഖാരിസ്മിയും, ഇങ്ങനെ കുറേ പണ്ഡിതന്മാരെ നമുക്കറിയാം. ഈ പണ്ഡിതന്മാരുടെ ശ്രമങ്ങളെ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സയൻസിൻ്റെ മേഖലയിൽ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നടത്തിയ ശ്രമങ്ങളെപ്പോലും ഏതെങ്കിലും തരത്തിൽ കൊണ്ടാടാനോ അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കാനോ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സയൻസ് ഡിബേറ്റിൻ്റെ ഒരു പർവ്യൂവിലേക്ക് അതിനെ എത്തിക്കാനോ ഉള്ള ഒരു ശ്രമവും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിന് പകരം ഇവിടെ നടന്ന മൂവ്മെൻറ്റുകളൊക്കെ തന്നെയും ഏറെക്കുറെ ഈ എല്ലാം ഖുർആനകത്തുണ്ട്, ഖുർആനകത്തു നിന്നപ്പുറം അല്ലെങ്കിൽ ഖുർആനോ ഹദീസിനോ അപ്പുറം യാതൊന്നും പോകേണ്ടതില്ല, അതിനപ്പുറം നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനപ്പുറം ഒന്നും ആലോചിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇതില്ലാത്തിനെയും ഇതിലേക്ക് ചുരുക്കുക. ഈ മുസ്ലിം ലോകത്ത് നിന്ന് പോലും നടന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറം പോകാനുള്ള ഒരു ശ്രമങ്ങളെയും ഇവിടെ 19-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലോ നടന്ന മൂവ്മെൻറ്റുകളിൽ കണ്ടില്ല. അതിന് ഒരു കാരണം ഇവിടെ ഉണ്ടായ ഈ ഒരു മൂവ്മെൻറ്റുകളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മൂവ്മെൻറ്റുകളൊക്കെ തന്നെയും കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ മുസ്ലിം ആചാരപരമായും വിശ്വാസപരമായും ഉണ്ടായിരുന്ന വൈജാത്യങ്ങളെ മുഴുവൻ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ മുഴുവൻ പരിഷ്കരിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് അതിനെ മുഴുവൻ ഒരു ചട്ടക്കൂടിനകത്തേക്ക് കൊണ്ടുവരിക എന്നൊരു ടെക്സ്റ്റലൈസ് ചെയ്യുക എന്നുള്ള ശ്രമമാണ് ഏറെക്കുറെ ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയുന്ന പരിഷ്കരണ ശ്രമങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറമുള്ള ആ ടെക്സ്റ്റിനകത്തേക്കുള്ള ഇവർ കണ്ടെത്തിയ ഈ കൊണ്ടുവന്ന ടെക്സ്റ്റിനകത്തേക്ക് അത് അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ എന്നുള്ള ചർച്ചയ്ക്ക് പോലും പ്രസക്തി കൊടുക്കാതെ അല്ലെങ്കിൽ ആ ചർച്ച പോലും വളർത്തിയെടുക്കാതെ ഇതിനെല്ലാത്തിനെയും ഇവരുടെ ഒരു മിനിമൽ ലോജിക്കിലേക്ക് ഇതിനെല്ലാം കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തത്. അതൊന്നും മാറിക്കൊണ്ട് ഈ സയൻസിനെ പെർസെ എടുത്തുകൊണ്ട് സയൻറ്റിസ്റ്റുകളെ, ഇപ്പോൾ മുസ്തഫ മാഷെ പോലെ ഉള്ള സയൻറ്റിസ്റ്റുകളെ തന്നെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ശാസ്ത്രപ്രചാരകരെ ആയിട്ടുള്ള പരിഷത്തുകാരെ, പാപ്പുട്ടി മാഷയ്ക്ക് ഉൾപ്പെടെ ആളുകളെ കൊണ്ടുവന്നിട്ട് അവരുമായി സംവദിക്കാനും ഈ സയൻസിൻ്റെ മേഖലകളെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ അത് ഒരു അനിവാര്യമാണെങ്കിലും അത് അധികം ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു ശ്രമമാണെന്നുള്ള നിലയ്ക്ക് ഈ ഉദ്യമത്തിന് മുതിർന്ന ഇതിൻ്റെ ആളുകളെ ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എൻ്റെ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, യുക്തിവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ യുക്തിവാദികൾ
എന്ന് നേരത്തെ സ്വന്തം ഐഡൻറ്റിഫൈ ചെയ്തിരുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ പോലും പരസ്യമായിട്ട് തങ്ങൾ യുക്തിവാദികളാണെന്ന് പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്, അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പല കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ യുക്തിവാദം എന്തായിരുന്നും, അല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെ ഒരു കേരളത്തിലുണ്ടായിരുന്ന യുക്തിവാദ മൂവ്മെൻറ്റ് ഏത് തരത്തിലായിരുന്നു എന്നും അതിനുണ്ടായ പരിണാമം ഏത് തരത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ള ചർച്ച ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ യുക്തിവാദത്തിൻ്റെ പരിമിതി ഈ ലോകത്ത് മൊത്തത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് നമുക്ക് ഇവിടെ മാത്രം ഉണ്ടായ, സാധാരണ കാണുന്നത് പോലെ ഇവിടെ മാത്രം ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് സാധാരണ 21-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഈ കേരളത്തിലുണ്ടായ ഈ യുക്തിവാദത്തിനുണ്ടായ പരിണാമങ്ങൾ ആളുകൾ കാണാറ്. എന്നാൽ അത് വളരെ ലളിതയുക്തി മാത്രമാണെന്ന്, ഇവിടെ മാത്രമായിട്ടുണ്ടായ ഒരു മൂവ്മെൻ്റ് അല്ല കേരളത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഈ യുക്തിവാദം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സംഘപരിവാറിന് ആശയങ്ങളോട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു യുക്തിവാദത്തിൻ്റെ പ്രചരണം എന്നുള്ളത് കേരളത്തിൽ മാത്രം ഉള്ള ഒന്നല്ല. അത് 21-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലും ആയാലും അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ മൂവ്മെൻ്റ് ഉണ്ടായ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ എല്ലാം ഈ വലതുപക്ഷത്തിന് വളരെയധികം ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റ് വളർന്നിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിലെ മാത്രം ഒരു പ്രത്യേകതയല്ല. അതിന് മുമ്പ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ നമ്മൾ നവനാസ്തികത എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ മൂവ്മെൻറ്റുകൾക്കകത്ത് തന്നെയുള്ള വൈജാത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. യുക്തിവാദം എന്താണ്, റേഷണലിസം യുക്തിവാദം എന്ന് പറയുന്ന ഒന്ന്, നാസ്തികത എന്ന് ചില സമയത്ത് പറയും, അതുപോലെ തന്നെ നവനാസ്തികത നമ്മളിപ്പോൾ വിളിക്കുന്ന കാര്യങ്ങൾ, അത് നിരീശ്വരവാദം, അജ്ഞേയവാദം, ഇങ്ങനെ പലതരത്തിലുള്ള വൈജാത്യങ്ങൾ ഈ മൂവ്മെൻറ്റുകൾക്കകത്തൊക്കെ ഉണ്ട്. അതിനെല്ലാം നമ്മൾ തിരിച്ചറിയുക, വ്യതിരിക്തമായിട്ട് ഈ മൂവ്മെൻറ്റുകൾക്കകത്തുള്ള വൈജാത്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരു അറിവാണ്. ഈ പല പേരുകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു പ്രപഞ്ചശക്തി, ദിവ്യശക്തി, ദൈവം അല്ലെങ്കിൽ ഒരു ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ള വാദത്തെ നിരാകരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന, അങ്ങനെ ഒരു ശക്തി ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണെങ്കിൽ യുക്തിവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും റേഷണാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ യുക്തിയിലൂടെ നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന മാത്രം. അപ്പോൾ ഇതിന് പലപ്പോഴും ഈ ആളുകൾ യുക്തിവാദം, നിരീശ്വരവാദം ഇതൊക്കെ തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ല എന്നും ഇവയ്ക്കൊക്കെ തമ്മിലുള്ള വൈജാത്യങ്ങൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിൽ യുക്തിവാദം തുടങ്ങുന്നത് നമുക്ക് ഇപ്പോൾ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ, 19-ാം നൂറ്റാണ്ട് അവസാനം കേരളത്തിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും 20-ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും അതിനൊരു സംഘടിത രൂപം വരുന്നുണ്ട്. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന സയൻസ് പ്രചരണം, നേരത്തെ പ്രസിദ്ധ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ സയൻസിൻ്റെ അറിവ്, വിജ്ഞാനം ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള മൂവ്മെൻറ്റുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെ ഈ കൊളോണിയൽ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മുതലാളിത്തത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ ഒരു പുതിയ മധ്യവർഗം, ആ പുതിയ മധ്യവർഗം വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ആ മധ്യവർഗത്തിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു പുതിയ അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുകയും ആ പുതിയ അറിവ്, തങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഈ മധ്യവർഗത്തിൻ്റെ ലോജിക്കിൽ നിന്നുണ്ടായി വന്ന ഒരു മൂവ്മെൻ്റാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായതെങ്കിൽ പിന്നീട് പതുക്കെ അതിൽ മാറിയിട്ട് സയൻസ് പ്രചരണം എന്നുള്ള അർത്ഥത്തിൽ നിന്ന് മാറി അത് ഒരു യുക്തിവാദം, യുക്തിവാദം ആയിട്ട്, റേഷണലിസം തന്നെ സഹോദരൻ അയ്യപ്പൻ്റെയും MC ജോസഫിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള യുക്തിവാദമായിട്ട് മാറുന്നുണ്ട്. ഈ യുക്തിവാദം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കിനി അടുത്ത സെഷനിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ യുക്തിവാദത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് നേരത്തെ പ്രസിദ്ധ ടീച്ചർ സൂചിപ്പിച്ച പോലെ പൂർണ്ണമായും സാമൂഹികതയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. അതായത് മനുഷ്യൻ്റെ, നമുക്ക് ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറെ കൂടെ ബെറ്ററായിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടിനെ കുറേ കൂടെ മെച്ചപ്പെട്ടതാക്കുക, ഇന്നത്തെ അറിവ് കുറെ കൂടെ മെച്ചപ്പെട്ട അറിവായിട്ട് നാളേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ള സമൂഹത്തിന് ബെറ്ററായിട്ടുള്ള ഒരു സമൂഹം ലിവബിൾ ആയിട്ടുള്ള ഒരു സമൂഹം, സാമൂഹ്യാവസ്ഥ ഉണ്ടാക്കുക. ഇത് എത്ര ആയിരുന്നു അതിൻ്റെ അടിസ്ഥാന തത്വം
നടത്തും എന്ന് പറഞ്ഞു. അതിൽ നിന്നുകൊണ്ടാണ് ഈ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ യുക്തിവാദം പ്രചരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ മൂവ്മെൻറ്റുകൾ ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് ആൻറ്റി കാസ്റ്റ് ഈ യുക്തിവാദം തന്നെ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റ് ആണ്, അത് അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള മൂവ്മെൻ്റ് ആണ്. ഇതേ മൂവ്മെൻറ്റിൻ്റെ സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി റിഫോം മൂവ്മെൻ്റ് ആണ്. അത്തരത്തിൽ അതായത് സയൻസ് മൂവ്മെൻറ്റിനെയും ഈ മറ്റുള്ള മൂവ്മെൻറ്റുകളെ, അതായത് സാമൂഹ്യ പ്രചരണത്തിനുള്ള സാമൂഹ്യ മാറ്റത്തിനുള്ള മുന്നേറ്റങ്ങൾ മൂവ്മെൻറ്റുകളിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. അഥവാ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന യുക്തിവാദം എന്ന് പറയുന്നത്. ഈ നാസ്തികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ആഴത്തിൽ പോകുന്നില്ല, നമുക്ക് വേണ്ട സമയമുണ്ട്, ചർച്ച ചെയ്യുകയാണെങ്കിൽ എനിക്ക് പോകാം. എന്നാൽ നമുക്ക് ഈ 20-ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പ്രസിഡന്റ് ടീച്ചർ സൂചിപ്പിച്ചു, അതിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നാണ് ഞാൻ ആ വിഷയത്തെ നോക്കിക്കാണുന്നത്. 1960കളിൽ അമേരിക്കയിലുണ്ടായ ഒരു മൂവ്മെൻ്റാണ് പരിസ്ഥിതിവാദം എന്ന് പറയുന്നത്. ഈ പരിസ്ഥിതിവാദം പെർസെ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തെ, സയൻസിൻ്റെ മുന്നേറ്റത്തെ തടയിടുന്ന ഒരു മൂവ്മെൻ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. 1962 നമുക്കറിയാം റേച്ചൽ കേഴ്സന്റെ പുസ്തകം സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള പുസ്തകം ഇറങ്ങുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത 1962 അത് ഇറങ്ങേണ്ടതെന്ന് നോക്കണം. നമ്മൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അത്യധികം ക്ലേശകരമായൊരു സാഹചര്യത്തിലൂടെ ഇന്ത്യയും ഒക്കെ അല്ലെങ്കിൽ മൂന്നാരോഗ രാജ്യങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് DDTക്കെതിരെ ഉള്ളൊരു പ്രചരണം എന്നുള്ള നിലയ്ക്കാണ് ആ പുസ്തകം അവർ വരുന്നത്. DDT മറ്റ് ഉപയോഗിക്കുന്നതിലുണ്ടാകുന്ന മനുഷ്യർക്കും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അതിലേക്ക് പോട്ടെ. പക്ഷെ അതിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്, ഇനി നമ്മൾ ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും മറ്റ് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഇതിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കളെ സ്റ്റോർ ചെയ്യുന്നതിനും മറ്റുമൊക്കെ തന്നെ ഉള്ള കോംപ്ലക്സിറ്റീസും പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനി ഇത്തരത്തിൽ അമിത വിളവ് ഉൽപ്പാദനം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും പോകേണ്ടതില്ല. അമിത വിളവ് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഫീഡ് ചെയ്യുക, ആളുകൾക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള നിലയ്ക്കുള്ള അന്വേഷണങ്ങളല്ല ഇനി വേണ്ടത്. അല്ല, കാരണം ഇപ്പോൾ ഉണ്ടാക്കിയത് തന്നെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് നമ്മൾ ഇത് 1962 ഇങ്ങനൊരു പുസ്തകം, ഒരു ആശയം അവർ പറയുമ്പോൾ ആ പുസ്തകത്തിലുള്ളതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ കുറഞ്ഞ പേജുകളിൽ മാത്രമുള്ള പുസ്തകമാണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്, വെബ്സൈറ്റിൽ അവൈലബിളാണ്. ഈ പുസ്തകത്തിൽ എല്ലാവരും അത് വായിക്കേണ്ടുന്നൊരു പുസ്തകമാണ് റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ്. ഈ സൈലന്റ് സ്പ്രിംഗിൽ പറയുന്ന ഈ ഒരു കാര്യം, ഇത് നമ്മളിവിടെയൊക്കെ 62 നമുക്കറിയാം, 80കളിലെ നമ്മളെ സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യം നമുക്കറിയാൻ പറ്റും. അതായത് ഗ്രീൻ റവല്യൂഷനൊക്കെ വന്നെങ്കിലും ഭക്ഷ്യവിള നമ്മൾ കുറേ കൂടെ അതിലേക്ക് ഒരു സ്വയം പര്യാപ്തത നേടി വരുന്ന ഒരു സാഹചര്യം മാത്രമാണ് അപ്പോൾ ഉള്ളത്. ആ 62 ഇന്ത്യയിലെ ബുദ്ധിജീവികളെ സംബന്ധിച്ചും ഒരു ക്രിറ്റിസിസം ഇതിന് ഇല്ലാതെ ഇത് സ്വീകരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. ഇത് നമുക്ക് ഗ്രീൻ റവല്യൂഷനൊക്കെ വന്ന് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 1962 അല്ലെങ്കിൽ 70കളുടെ തുടക്കത്തിൽ ഇങ്ങനൊരു സാധനം മാത്രമല്ല, അതിന് തുടർന്ന് അതാണ് പരിസ്ഥിതിവാദത്തിൻ്റെ ഇവിടുത്തെ തുടക്കം എന്ന് പറയുന്നത്. അതിന് തുടർന്ന് ഇവിടെ ഉണ്ടായ ഈ മൂവ്മെൻറ്റുകളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് മരത്തിന് സ്തുതി എന്ന് പറയുന്ന സോദകുമാരി ടീച്ചറുടെ കവിത, അതുപോലെ ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമായിരിക്കും. ഇത് എന്ത് തരത്തിലുള്ള ഇതാണ് ഈ തരത്തിലുള്ള പരിസ്ഥിതിവാദം കൊണ്ട് ഇവിടെ സയൻസിനുണ്ടായെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു മൂവ്മെൻറ്റ് സയൻസിൻ്റെ പുരോഗതിയെ വലിയ തോതിൽ തടഞ്ഞു നിർത്തിയ ഒരു മൂവ്മെൻ്റായിട്ടാണ് ഞാൻ പരിസ്ഥിതിവാദത്തെ കാണുന്നത്. ഞാൻ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ഈ ഒരു പരിസ്ഥിതിവാദ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സയൻസ് ഇതൊരു പരിസ്ഥിതിയിലേക്ക് മാത്രം വരുന്നല്ല. 1960കളിൽ ഈ നമുക്കറിയാൻ പറ്റും സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഈ എസ്ട്രോഫിസിക്സിൻ്റെ രംഗത്തൊക്കെ വലിയ തോതിലുള്ള മത്സരങ്ങൾ നടന്നത്. സയൻസിൻ്റെ എല്ലാ മേഖലകളിലും മത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നൊരു സാഹചര്യമായിരുന്നു. ഈ സയൻസ് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ കുതിപ്പ് വെട്ടുക എന്നുള്ള അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഈ മൂവ്മെൻറ്റാണ് പിന്നീട് സോഷ്യൽ സയൻസിലേക്കൊക്കെ വ്യാപിച്ച പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ആൻറ്റി മോഡേണിസം ആയിട്ട് മാറുന്നത്. ഈ പോസ്റ്റ് മോഡേൺ നമുക്ക് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ആൻറ്റി മോഡേൺ എലമെൻ്റ് എടുത്തിട്ടാണ് ആ മൂവ്മെൻറ്റിനെ ഈ പോസ്റ്റ് മോഡേണിസം എന്ന് കാണുന്നത്. ഈ ഇതിൻ്റെ ഒരു കൂടെ പശ്ചാത്തലത്തിലാണ് 1960കളിലും മറ്റൊക്കെ ഉണ്ടായി വന്ന അല്ലെങ്കിൽ പിന്നീട് 80കളിലൂടെ സജീവമായ ഈ ഒരു പോസ്റ്റ് മോഡേൺ, ആൻറ്റി മോഡേൺ അല്ലെങ്കിൽ ആൻറ്റി സയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു പിന്തുടർച്ചയായിട്ട് വേണം ഈ പിന്നീട് കേരളത്തിലേക്ക് ഉണ്ടായിരുന്ന നേരത്തെ നമ്മളിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച യുക്തിവാദ മൂവ്മെൻറ്റുകൾക്കുണ്ടായ മാറ്റത്തെ കാണണം. ഈ കേരളത്തിൽ
കേരളത്തിൽ ആദ്യത്തെ യുക്തിവാദ മൂവ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ പലരും വിമർശിക്കാറുള്ളത് പോലെ ഇതൊക്കെ ഒരു മാർക്സിസ്റ്റ് ഇടപാടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പരിപാടിയായിരുന്നു, അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ ആദ്യത്തെ യുക്തിവാദിയായിരുന്ന സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു, മാത്രമല്ല വലിയ തോതിൽ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ആളായിരുന്നു. ആ സ്ട്രീമിൽ എടുത്തു കഴിഞ്ഞാൽ ആരും കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ല എന്നുള്ള കുറച്ച് പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന CPI എന്ന് പറഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന കുറച്ച് പേര് ഈ യുക്തിവാദി മൂവ്മെൻറ്റിലുണ്ടായിരുന്നു. ബാക്കി മാർക്സിസ്റ്റുകളൊക്കെ അവർ യുക്തിവാദികളായിരിക്കാമെങ്കിലും അവരാരും തന്നെ ഈ യുക്തിവാദി മൂവ്മെൻറ്റുകളുണ്ടായിരുന്നു. പിന്നീട് കലാനാഥൻ മാഷൊക്കെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഈ മൂവ്മെൻറ്റിലേക്ക് വരുന്നത്. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് പക്ഷേ ഇത് സമീകരിച്ച് നമുക്ക് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റ് ആയാലും ലിബറൽ മൂവ്മെൻ്റ് ആയാലും സമൂഹത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാ മൂവ്മെൻറ്റുകൾക്കും വളരെ കുറെ അവരുടെ പ്രവർത്തന രീതിയായാലും മറ്റ് പദ്ധതികളായാലും ആശയ സംഹിതകളായാലും ഏറെക്കുറെ എല്ലാം സമാനമായിരുന്നു. അതായത് മുന്നോട്ടുള്ള പോക്ക് സമൂഹം, നമ്മളിപ്പോൾ ജീവിക്കുന്ന സമൂഹം ബെറ്ററായി നാളത്തെ സമൂഹത്തിൽ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ ഈ സയൻസിൻ്റെ വളർച്ചയുടെ പുരോഗതി, അതായത് മുമ്പുണ്ടായിരുന്ന ഈ അറിവ്, പുതിയ അറിവ്, സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തിരുത്തുന്നു എന്ന്, പക്ഷേ ഇത് യഥാർത്ഥത്തിലാണ് സൂചിപ്പിച്ചതെന്നറിയില്ല. സയൻസ് ഒരു സ്വയം തിരുത്തുന്നു എന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. ഞാനത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഇന്നത്തെ അറിവ് നമ്മൾ തിരുത്തി നാളത്തെ ബെറ്റർ അറിവാണ്. ഒരറിവ് പോലും തിരുത്തിയിട്ട് പഴയ അറിവ് ശരിയാണെന്ന് പറഞ്ഞു പോയിട്ടില്ല. അതായത് നമ്മൾ പിന്നെ ഇന്ത്യയിൽ ഹനുമാൻ എന്ന് പറഞ്ഞ ഒരു ദൈവം ഇവിടുന്ന് ഘാതങ്ങൾ ചാടി അപ്പുറത്ത് കടൽ കടന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് പറയുന്ന അത് സ്ഥിരീകരിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇസ്ലാമിക കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതുപോലെ പിന്നെ ഒരു കുതിരയുടെ ശക്തിയും പക്ഷിയുടെ ചിറകുള്ളൊരു ജീവി ആ 7 ആകാശം കടന്ന് പടച്ചോനെ കാണാൻ പോയി എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സയൻസ് ഉണ്ടായിട്ടില്ല. അതിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് യന്ത്രങ്ങളുടെ സഹായത്തിൽ ഒരു പക്ഷിയുടെ ചിറക് ഉപയോഗിച്ച് വേണമെങ്കിൽ പറക്കാൻ സാധിച്ചേക്കും മനുഷ്യന്. പക്ഷെ അത് മറ്റൊന്ന് പുറകിലേക്ക് സയൻസ് അതിന് ശേഷം പോയിട്ടില്ല. ഓരോ ഘട്ടത്തിലും സയൻസ് മുന്നോട്ട് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ അറിവ് തിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ പുതിയ അറിവുണ്ടാകുന്നത്. അത് തിരുത്തിക്കൊണ്ട് മാത്രമേ നാളേക്ക് പോകുന്നത്. ഇതാണ് സയൻസിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം. അതിനെ മതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു, മതത്തിന് വിരുദ്ധമാക്കുന്നതും ഇതൊന്നാണ്. പക്ഷേ ഇതേ സമയം തന്നെ ഇതിനും സയൻസിനെയും മതത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ, നേരത്തെ സൂചിപ്പിച്ച ആളുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവരൊക്കെ ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സയൻസിനെ വ്യാഖ്യാനിക്കുകയും പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും സയൻസിൻ്റെ മെത്തഡോളജി സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ഘട്ടത്തിലാണ് ഈ ഒരു, എനിക്ക് സമയം തീരാറായി എന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ ഒരു മൂവ്മെൻറ്റ് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമാകുമ്പോഴേക്ക് തുടങ്ങി 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആകുമ്പോഴേക്കൊക്കെ ശക്തമായി വന്ന ഈ മൂവ്മെൻറ്റ് ഈ സയൻസിൻ്റെ രംഗത്ത് സയൻസിനെയും റേഷണാലിറ്റിയെയും ഈ യുക്തിവാദത്തെയും യുക്തിബോധത്തെയും ഒക്കെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നു. അതായത് വലിയ വെല്ലുവിളികൾ ഈ പല ഭാഗത്തും നേരിടുന്നത്. തുടക്കത്തിലേ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇതൊന്നും അത്ര സ്മൂത്തായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും ആയിരുന്നില്ല. ആദ്യം ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ തന്നെ, അവരിൽ നിന്ന് തന്നെ ഉദാഹരണത്തിന് യുക്തിവാദി എന്ന് പറഞ്ഞൊരു മാസിക ആരംഭിക്കുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെയും MC ജോസഫിൻ്റെയും മറ്റൊക്കെ നേതൃത്വത്തിൽ. അതിന് ഈ ആദ്യഘട്ടത്തിൽ 5 എഡിറ്റർമാരാണ് ഉണ്ടായിരുന്നത്. MC, CV കുഞ്ഞിരാമൻ, കൃഷ്ണൻ വക്കീൽ, അങ്ങനെയുള്ള 5 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിനെ കളിയാക്കിക്കൊണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഇവർ ഒരു കവിത ഇറങ്ങുന്നുണ്ട്. പതികൾ 1 2 3 ചതുരവീരന്മാർ, അവർ 5 കാന്തന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ ഇവർക്കൊരു അഭിപ്രായക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, ഇവർക്ക് ഒന്നാവാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിമർശനമാണ് ഞാൻ പറഞ്ഞത്. ഇത് പുരോഗമന സ്വഭാവമുള്ള ആളുകളുടെ ഇടയിൽ നിന്നുള്ള വിമർശനമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ അത് മുതൽ തന്നെ യുക്തിവാദികൾക്ക് പലതരത്തിലുള്ള ഭീഷണികൾ, വെല്ലുവിളികൾ ഒക്കെ നേരിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെയുള്ള ഈ മൂവ്മെൻറ്റുകൾ ഇവിടെ ഉണ്ടായി വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റുകളൊക്കെ തന്നെയും ഈ ഒരു വളരെ കുറഞ്ഞ ആളുകളിലേക്ക് മാത്രം എത്തിപ്പെട്ട മൂവ്മെൻറ്റുകളായിരുന്നു. ഇത് അതിൻ്റെ എണ്ണം, ആളുകൾ റീച്ച് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു എന്ന് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ ഒരു കേരളത്തിൽ നവനാസ്തികത എന്നുള്ളതിലേക്ക് വരാം, എന്നിട്ട് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങളും കൂടെ സൂചിപ്പിച്ച് നിർത്താം. ഈ നവനാസ്തികത എന്ന് പറയുന്നത് ഏകദേശം 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുതൽ ഉണ്ടാകുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ആശയധാരയാണ്. ഈ അമേരിക്കയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ തുടക്കം. 2004 സാം ഹാരിസിൻ്റെ പുസ്തകം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സാം ഹാരിസിൻ്റെ പുസ്തകം
സാമുവൽ ബെഞ്ചമിൻ ഹാരിസ് എന്ന് പറയുന്ന സാം ഹാരിസിൻ്റെ പുസ്തകം ആ സമയത്ത് ഇറങ്ങുന്നുണ്ട്, എൻഡ് ഓഫ് ഫെയ്ത്ത്, റിലീജിയൻ എന്നൊക്കെ പറഞ്ഞ ടെററിസം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം, പുസ്തകം ഇറങ്ങുന്ന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2001 സെപ്റ്റംബർ മാസത്തിലുണ്ടായ 11-ാം തീയതി ഉണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, ഈ ആ ഒരു പിന്നെ ഭീകരാക്രമണം, അതിനെ തുടർന്നാണ് അദ്ദേഹം തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതാണ് ഇതിൻ്റെ ചിന്തയുടെ ഒരു ത്വരിതപ്പെടുത്തിയ ഒരു ഘടകം എന്ന് പറയുന്നുണ്ട്. ഈ അതിനെ തുടർന്ന് മാത്രമല്ല, ഈ സെപ്റ്റംബർ 11 ശേഷം അദ്ദേഹം അങ്ങനെ ഒരു പുസ്തകം എഴുതി. ഇത് വലിയ തോതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം സയൻസ് യുക്തിവാദിയായിരുന്നു, നേരത്തെ തന്നെ യുക്തിവാദിയായിരുന്നു. പിന്നീട് ആ പുസ്തകത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ സെപ്റ്റംബർ 11 സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നിശ്ചിതമായത് മുസ്ലിം എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പെർസെ, ഇത് ഇസ്ലാമിക ഭീകരവാദമല്ല, ഇസ്ലാം പെർസെ ഭീകരമാണെന്നും അത് മനുഷ്യവിരുദ്ധമാണെന്നും ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇസ്ലാമിക വിരുദ്ധമാണെന്നുള്ള ഒരു ആശയമാണ് ഇദ്ദേഹം സാം ഹാരിസ് പുറത്തുവിട്ടത്. അതിന് തുടർന്ന് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് കുറേ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇതൊക്കെ നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്തിരുന്ന ഈ റിച്ചർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞ പുസ്തകം, അത് വളരെയധികം കേരളത്തിൽ നേരത്തെ പിന്നെ റേച്ചൽ കസൻ്റെ പുസ്തകം പറഞ്ഞ പോലെ ഈ യുക്തിവാദികളെ വളരെയധികം ആവേശഭരിതരാക്കിയ ഒരു കൃതിയാണ് ഈ പുസ്തകം. അത് പല രീതിയിൽ പുസ്തകം വന്നിറങ്ങിയിട്ടുണ്ട്. ഈ 2007 അതുമായി ബന്ധപ്പെട്ട് ഇവർ 4 പേർ ചേർന്നിട്ട് ഒരു സംവാദം നടത്തുന്നുണ്ട് ന്യൂയോർക്കിൽ. ആ സംവാദത്തിനെയാണ് നമ്മൾ ഈ ഫോർ ഹോഴ്സ്മെൻ ഡിബേറ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുക. ഈ അതായത് പിന്നെ അശ്വാരൂഢരുടെ സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയണ്ടാവും. ഈ അശ്വാരൂഢ സംവാദത്തിന് ശേഷം ഇതൊരു മൂവ്മെൻ്റായിട്ട് വളരുകയും നവനാസ്തികത എന്നുള്ളത് ഒരു മൂവ്മെൻ്റായി മാറുകയും പെർസെ ഇസ്ലാമിക വിരുദ്ധം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമായിട്ട് വരികയും ചെയ്തു. ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ 2007 അല്ലെങ്കിൽ 2004 ശേഷം ഉണ്ടായ ഒന്നല്ല. 20-ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ആശയം ഫ്രഞ്ച് സമൂഹത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് അവിടെ നിന്നിരുന്നു. പക്ഷേ ഈ 2001 ഈ ഭീകരാക്രമണം, അതിനെ തുടർന്നുണ്ടായ ഈ പ്രചരണങ്ങളുമാണ് പിന്നീട് ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു ആശയം ഈ ദൈക്ഷണിക ലോകത്തേക്കും യുക്തിവാദികളുടെ ഇടയിലൊക്കെ വളരെ സ്വീകാര്യമായ ഒരു ആശയമായിട്ട് മാറുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഇതാണ് അതിൻ്റെ ആഗോള അടിത്തറ എന്ന് പറയുന്നത്. ഈ പുസ്തകം റിച്ചർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകം ഇറങ്ങിയതിനെ തുടർന്ന് ഇവിടെ യുക്തിവാദികളുടെ ഇടയിൽ ആ സമയത്ത് തന്നെ യുക്തിവാദികളിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരള യുക്തിവാദ സംഘം സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കലാനാഥൻ മാഷിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ മൂവ്മെൻറ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ വിച്ഛേദിക്കണം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ മലപ്പുറത്തുണ്ടായിരുന്നവരൊക്കെ കേന്ദ്രീകരിച്ച് ഒരു സ്വതന്ത്ര ലോകം എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. യുക്തിവാദികളിൽ തന്നെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്, നമ്മൾ നേരത്തെ പറയാത്ത പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ഈ സ്വതന്ത്ര ചിന്തകർ അവർ സ്വതന്ത്ര ലോകം എന്ന് പറഞ്ഞ ഒരു സെമിനാർ ഉണ്ടാക്കുന്നു. മലപ്പുറത്ത് സംഘടിപ്പിച്ചു, പിന്നീട് കോഴിക്കോട് സംഘടിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പല ഈ നവനാസ്തികരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ടാകുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അശ്വാരൂഢ സംവാദത്തിന് തുടർന്ന് അമേരിക്കയിലുണ്ടായ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൻ്റെ തുടർച്ചയായിരുന്നു, അല്ലെങ്കിൽ ഇവിടേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു ആ ഒരു മൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് ഇവരുടെ പുസ്തകങ്ങളും ചർച്ചകളും ഒക്കെ നമുക്ക് ആ തരത്തിൽ കാണാൻ പറ്റി. ഈ ഡോക്കിൻസിൻ്റെ പുസ്തകം ആണ് അത് ആദ്യഘട്ടത്തിൽ ഇവരൊരു ഈ ജബ്ബാർ മാഷ് അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടാണ് ആദ്യം രംഗത്ത് വരുന്നത്. അതിന് മുമ്പ് തന്നെ മാഷ് ഈ മൂവ്മെൻറ്റിലുണ്ട്. പക്ഷേ ഒരു ലേഖനം എന്നുള്ള നിലയ്ക്കാണ് ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിനെ തുടർന്ന് പിന്നെ ഈ പുസ്തകം നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്ന സി രവിചന്ദ്രൻ, അദ്ദേഹം അതിൻ്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പിന്നെ അനുവർത്തിച്ച് പുസ്തകം ഇറക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പിന്നെ ദൈവവിഭ്രാന്തി എന്ന് പറയുന്ന വേറൊരു പുസ്തകം. ഞാൻ പറഞ്ഞത് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഈ അശ്വാരൂഢ സംവാദത്തിന് തുടർച്ച എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പക്ഷേ ഞാൻ 5 മിനിറ്റും കൂടെ അപ്പോൾ ഒരു ചർച്ച പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ, ഈ മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ മറ്റ് അമേരിക്കയിലുണ്ടായ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെ കടുത്ത ഇസ്ലാം വിരുദ്ധത എന്നുള്ളതായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടുത്തെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ ഒരു സംഘാതം, നമുക്ക് ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്കൊക്കെ അതിനെ കാണാൻ പറ്റും. പക്ഷേ പെർസെ ഒരു സംഘപരിവാർ പദ്ധതി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ഇത് സംഘപരിവാർ പദ്ധതി എന്നുള്ളതിനപ്പുറം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ പിന്നെ ഹിച്ചൻസിൻ്റെ സ്റ്റീഫൻ ഡോക്കിൻസിൻ്റെ
ഹാരിസിൻ്റെ ഒക്കെ സാം ഹാരിസിൻ്റെ ഒക്കെ ആശയങ്ങളെ പോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിലാണ് നമ്മൾ ഇവർ ഈ പരിണാമത്തെ ഉൾപ്പെടെ നമുക്കറിയാം രവിചന്ദ്രനൊക്കെ പരിണാമത്തെ വീക്ഷിക്കുന്നത് ഒരു പിന്നെ നമ്മൾ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന എന്ന രീതിയെ അവർ നേച്ചർ എന്നുള്ളതിൻ്റെ ഒരു ഈ മറ്റൊരു അർത്ഥത്തിലാണ് അവർ കാണുന്നത്. ഞാൻ അതിൽ വിശദമായി പോകുന്നില്ല, നമുക്ക് ചർച്ച ഉണ്ടെങ്കിൽ മാത്രമേ പറയാം. ഞാൻ പറഞ്ഞത് ഇതിന് ഒരു സംഘപരിവാർ പദ്ധതി എന്നുള്ളതിനപ്പുറം സംഘപരിവാറിന് ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആശയ പദ്ധതി. ഇന്ന് ഞാൻ പറഞ്ഞത് ഇത് രവിചന്ദ്രന് മാത്രം പ്രത്യേകതയല്ല, ആ ഒരു നവനാസ്തിക ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആളുകളും, ജബ്ബാർ മാഷായാലും പിന്നീട് വന്ന ഇവരൊക്കെ എതിർക്കുന്ന രവിചന്ദ്രനൊക്കെ എതിർക്കുന്ന വിശ്വനാഥൻ ഡോക്ടറായാലും ഇവരുടെയൊക്കെ ഒരു ആശയങ്ങൾ പ്രത്യേകത ഇവർ പ്രഖ്യാപിച്ച രീതിയിൽ തന്നെ ഇവർ മുതലാളിത്തത്തിന്റെ വക്താക്കളാണെന്നാണ് ഇവർ പറയുന്നത്. ഈ മുതലാളിത്തത്തിന്റെ വക്താക്കളായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനകത്ത് ഹിന്ദുത്വത്തെ എത്രമാത്രം സ്വീകരിക്കുന്ന, ഹിന്ദുത്വത്തോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ഒരു നവനാസ്തികർ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടുത്തെ യുക്തിവാദികൾ എന്നുള്ളതിന് ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് സെന്റിമെന്റ്സിൽ നിന്ന് വളർന്ന അല്ലെങ്കിൽ അതിനെ വളർത്തി കൊണ്ടുവന്ന മറ്റേ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ അശ്വാരൂഢ സംവാദത്തിൽ നിന്നൊക്കെ വളർന്നു വന്ന ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോൺഗ്ലോമറേഷൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് വേണം ഇവിടുത്തെ മലയാളികൾക്കിടയിലുണ്ടായ നവനാസ്തികത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ യുക്തിവാദം നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ തുടക്കം മുതൽ വളർന്നു വന്ന ഈ ഒരു മൂവ്മെന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയെങ്കിലും വളരെ വിപുലമായിട്ടുള്ള സ്വീകാര്യത അതിന് കിട്ടിയെങ്കിലും ആ മൂവ്മെന്റ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു പിന്നെ ഏറെക്കുറെ ഡെഡ് എൻഡിലാണ് എന്ന് പറയാൻ പറ്റും. കാരണം അതിന് ഈ ഒരു പിന്നെ സംഘപരിവാർ സ്വാധീനം അതിലേക്ക് ആരോപിക്കപ്പെട്ടതോടുകൂടി അതിൻ്റെ സ്വീകാര്യത നേരത്തെ വളർന്നു വന്ന ആ സ്വീകാര്യത ഏർപ്പെടുത്തി ഡെഡായി. മാത്രമല്ല അതിൽ പലതരത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള താല്പര്യങ്ങളും ഒക്കെ അതിൽ വന്നതോടുകൂടി അത് തമ്മിലുള്ള അതിനകത്തുള്ള ഇന്നർ ഫൈറ്റ് വ്യാപകമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊന്നും യുക്തിവാദം എന്നുള്ള ആശയത്തിന്റെ പ്രസക്തി കുറയ്ക്കുന്നില്ല. അതൊന്നും ഇവർക്ക് ഇടയ്ക്കുള്ള ഇത്തരത്തിലുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു യുക്തിവാദത്തിൽ നിന്നുള്ള ആശയത്തിന്റെ പ്രസക്തി കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. മതത്തെ നമ്മൾക്ക് മതവിമർശനം എന്നുള്ളതിന് അപ്പുറം മതത്തെ ഒരു രാഷ്ട്രീയം ആശയമായി കണ്ട് അല്ലെങ്കിൽ അത് മതവും രാഷ്ട്രീയവും കൂട്ടിച്ചേർന്നുകൊണ്ട് ഇതൊരു വംശീയതയായിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ മൂവ്മെൻ്റ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇതൊരു വംശീയ മൂവ്മെൻറ്റ്, മുസ്ലിങ്ങളെ ഒരു വംശീയതയായിട്ട് കാണുന്നു. അതേ ആ വംശീയത എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്നു. നേരെ മറിച്ച് മതത്തോട് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, വിശ്വാസത്തോട് വിമർശനങ്ങൾ ഉണ്ടാവും, അവരുടെ രാഷ്ട്രീയത്തോട് വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ അതാദ്യം ആക്കി നിർത്താതെ അവയെല്ലാം കൂടെ ചേർത്ത് മുസ്ലിം വംശീയത എന്നുള്ള അവരുടെ ആശയമായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഇത് ഒരു മനുഷ്യത്വ വിരുദ്ധമായി മാറുന്നു. അത് യുക്തിവാദം എന്നുള്ള പ്രശ്നത്തെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് പിന്നെ പറയാൻ പറ്റാത്ത ഒന്നായിട്ട് അത് മാറ്റുകയും ചെയ്യുന്നു. യുക്തിവാദം ഒരിക്കലും ഒരു യുക്തിവാദത്തിനും വംശീയമായി മാറാൻ കഴിയില്ല. ഒരു യുക്തിവാദിക്ക് ഒരിക്കലും ഒരു വംശീയവാദിയാകാൻ കഴിയില്ല. ഒരു യുക്തിവാദിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തെ, മനുഷ്യ വിഭാഗത്തെ ആ തരത്തിൽ വംശീയമായി കണ്ട് ആക്രമിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരുടെ നാശം ആഗ്രഹിക്കാൻ കഴിയില്ല, അവരെ ഒന്നായി ഒടുങ്ങിപ്പോകണം എന്ന് യുക്തിവാദിക്ക് വിചാരിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ഒരു തരം വംശീയത ആവേശിച്ച എന്നാൽ അതേസമയം തന്നെ നിരീശ്വരവാദികളായിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഇവരാരും സ്വയം യുക്തിവാദികൾ എന്ന് പറയാറില്ല, എല്ലാം നാസ്തികർ എന്നാണ് പറയാറുള്ളത്. ഞങ്ങൾ നാസ്തികരാണെന്നാണ് അവർ സ്വയം വാദിക്കാറുള്ളത്. അപ്പോൾ ഈ നാസ്തികരായിട്ടുള്ള അതേസമയം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നാസ്തികതയുടെ ഒരു കേന്ദ്രം കൂടിയായിട്ട് ഈ നവനാസ്തികത മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു മറികടന്ന് ആളുകൾ മുന്നോട്ട് പോകും. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സമൂഹത്തിൽ വിശ്വാസത്തോട് പലതരത്തിൽ തർക്കിച്ച് നിൽക്കുന്ന, പലതരത്തിൽ വിച്ഛേദിച്ച് നിൽക്കുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ വളരെ കൂടുന്നുണ്ട്. ഇവരൊക്കെ ഈ തരത്തിലുള്ള ഏതെങ്കിലും മൂവ്മെന്റുകളുടെ കള്ളിക്കകത്ത് ഒതുങ്ങുന്ന ആളുകളല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തോടും അവിശ്വാസത്തോടും ആയി നിന്നുകൊണ്ട് തന്നെ സംവദിച്ചു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ, വൈജ്ഞാനിക ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ മുന്നോട്ട് പോകാൻ ഈ പുതിയ സയൻസ് കമ്മ്യൂണിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഓൾ.